ഈ ദുരന്തത്തിന്റെ ബാക്കി പത്രം എന്തുണ്ട് എന്നുള്ള ചോദ്യമാണ്. വലിയ വേദന ഉളവാക്കുന്ന കാഴ്ചകളിലൂടെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയിരിക്കുന്നത്. ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ 10 പേർ അവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരിൽ ഗുരുതരമായി പരിക്കേറ്റ 4 പേർ ICUവിലും ഒരാൾ വെന്റിലേറ്ററിലുമാണ് കഴിയുന്നത്. 90% പൊള്ളലേറ്റ വെടിക്കെട്ട് നടത്തിപ്പുകാരനായ സതീഷിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. കാണാതായ 4 പേരുടെ ബന്ധുക്കളുടെ DNA സാമ്പിൾ ഇന്നലെ ശേഖരിച്ചിരുന്നു. മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന 29 ശരീരഭാഗങ്ങളും കത്തിക്കരിഞ്ഞ ഒരു പൂർണ്ണ ശരീരവും ഇവരുടേതാണോ എന്ന് പരിശോധനയിലൂടെ വ്യക്തമാകും. നാളെയോ മറ്റന്നാളോ DNA പരിശോധനാ ഫലം ലഭിച്ചേക്കും. ഇതുവരെ 14 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. സെബി ജോസഫ് വിവരങ്ങൾ നൽകും. സെബി, ഒരു വലിയ ദുരന്തത്തിന് ശേഷം ഇനിയും ആ ഒരു നടുക്കുന്ന ഓർമ്മകളൊന്നും മാറിയിട്ടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇനിയും ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്, മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്, മറ്റ് നടപടിക്രമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ പുരോഗമിക്കുന്നു? ജിൽസി, എന്തായാലും വളരെ വലിയ ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു ഇന്നലെ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഈ കാഷ്വാലിറ്റിയിലും അതോടൊപ്പം തന്നെ മോർച്ചറിയിലും ഉണ്ടായത്. തൻ്റെ ഉറ്റവരെ കാത്തുകൊണ്ട് അല്ലെങ്കിൽ അവർ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയൊക്കെ DNA സാമ്പിൾ നൽകാൻ വേണ്ടി നിരവധി പേരാണ് എത്തിയത്. ഇന്നലെ ഔദ്യോഗികമായി 10 പേരുടെ 10 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചതായി അറിയിക്കുകയും ഇതിൽ 9 പേരുടെ മൃതദേഹവും ഇന്നലെ വിട്ടു നൽകിയിട്ടുണ്ട്. കൂടാതെ ചികിത്സയിലായിരുന്ന വെന്റിലേറ്റർ കഴിഞ്ഞിരുന്ന പട്ടാമ്പി സ്വദേശിയായ പ്രവീൺ ഇന്നലെ മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇപ്പോൾ നിലവിൽ ഇനി 10 പേരാണ് ചികിത്സയിലുള്ളത്. ആകെ 13 പേർ ഇന്നലെ ചികിത്സയിലുണ്ടായിരുന്നു. അതിൽ 2 പേർ ഇന്നലെ ഡിസ്ചാർജായി, ഒരാൾ മരിച്ചു. ഇനി 10 പേരാണുള്ളത്. അതിൽ 10 പേരിൽ 4 പേർ ICUവിൽ, അതായത് 4 പേരിൽ 3 പേർ ICUവിലും ഒരാൾ വെന്റിലേറ്ററിലുമാണ്. ബാക്കി 6 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നൊരു ആശ്വാസവും ഉണ്ട്. എങ്കിൽ പോലും 4 പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്നുള്ളതും ഏറെ ദുഃഖകരമായ ഒന്നാണ്. എന്തായാലും ഇതിൽ സതീഷിൻ്റെ നില ഏറെ ഗുരുതരമാണ്. 90%-ലധികം പൊള്ളൽ സതീഷിന് ഏറ്റിട്ടുണ്ട്. ഈ വെടിക്കെട്ടിൻ്റെ നടത്തിപ്പുകാരൻ കൂടിയാണ് സതീഷ്. കഴിഞ്ഞ 13 വർഷമായി ഇത്തരത്തിൽ ഈ വെടിക്കെട്ട് നടത്തിപ്പുകാരനാണ് സതീഷ്. സതീഷിന് ഗുരുതരമായി പരിക്കേൽക്കുകയും 90%-ലധികം പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. സതീഷ് ഇപ്പോഴും വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. അതേസമയം തന്നെ ഇവിടെ 4 മിസ്സിംഗ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതായി ഇന്നലെ ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. അവരുടെ പേരുവിവരങ്ങൾ സഹിതം ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതായത് ഈ ബന്ധുക്കൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ 4 പേരെ കാണാനില്ല എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വന്നത്. സുരേഷ്, അഭിജിത്ത്, വിഷ്ണു, ഗിരീഷ്, ഇങ്ങനെ 4 പേരെയാണ് കാണാതായത്. ഈ കാണാതായ 4 പേർ ഇപ്പോൾ നിലവിൽ മോർച്ചറിയിൽ 32ഓളം ശരീരഭാഗങ്ങളുണ്ട്. അതിൽ ഒരു ശരീരം പൂർണ്ണമായും കരിഞ്ഞ നിലയിലാണെങ്കിലും ഒരു ശരീരം പൂർണ്ണമായും ഉണ്ട്. ബാക്കിയെല്ലാം ശരീരഭാഗങ്ങളാണ്. ഇതിനെല്ലാം തന്നെ DNA പരിശോധന പൂർത്തിയാക്കണം. അതായത് ഈ 4 പേരെ കാണാതായവരുടെ ബന്ധുക്കളുടെ DNA സാമ്പിൾ ഇന്നലെ ശേഖരിച്ചു. ഇനി അതിൻ്റെ ഫലം 2-3 ദിവസങ്ങളിൽ വരും. അപ്പോൾ ഈ ഒരു ശരീരഭാഗങ്ങൾ ഉള്ളവരാണോ അത് എന്ന് ഒത്തുനോക്കിയ ശേഷം അങ്ങനെയാണെങ്കിൽ മരണസംഖ്യയിൽ ഈ ഒരു ഇവരെ തിരിച്ചറിയാൻ കഴിയും. ഇനി അതല്ല എങ്കിൽ ഇനി ഇവർ എവിടെ എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് രാവിലെ മറ്റൊരു ദുഃഖകരമായ കാര്യം, ഈ കാണാതായ തൃശ്ശൂർ കോട്ടപ്പുറം സ്വദേശിയായ ഗിരീഷിൻ്റെ അമ്മ മരിച്ചു എന്നുള്ളതാണ്. അമ്മ മരിക്കാൻ കാരണം അവർ അസുഖവുമായി കിടപ്പിലായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഈ മകനെ കാണാതായതോടുകൂടി കൂടുതൽ ദുഃഖകരമായ ഒരു അവസ്ഥ വരികയും ഒരുപക്ഷെ മരണപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടായത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ഗിരീഷിൻ്റെ അമ്മ മരിച്ചു എന്നുള്ളൊരു ദുഃഖകരമായ വാർത്ത കൂടി ഉണ്ട്. എന്തായാലും മകൻ എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാതെയാണ് അമ്മ ഇത്തരത്തിൽ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ മുതൽ കാണാൻ കഴിഞ്ഞത്. ഇന്നലെ ബന്ധുക്കളെല്ലാം തന്നെയും അവരുടെ സാമ്പിളുകൾ നൽകി പോയിട്ടുണ്ട്. ഇന്നലെ തന്നെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളെല്ലാം തന്നെയും കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മൃതദേഹം മാത്രമാണ് ഇവിടെ ഉള്ളതിൽ തിരിച്ചറിയാനുള്ളൂ. 4 പേരുടെ മിസ്സിംഗ് കേസുകൾ, ഈ 4 പേരുടെ DNA സാമ്പിൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിട്ടു നൽകുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 36ഓളം അല്ലെങ്കിൽ 40-നടുത്ത് ആളുകൾ ആ ഒരു സംഭവ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്ക്. അത് പ്രകാരം നോക്കുമ്പോൾ ഏകദേശം ആ കണക്കുകളിലേക്ക് ആയിട്ടുണ്ട്. ഈ മിസ്സിംഗ് കേസുകളും മരിച്ച കേസുകളും അതുകൂടാതെ ഇവിടെ ചികിത്സയിരിക്കുന്ന ആളുകളും 10ഓളം ആളുകൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. അവരുടെയൊക്കെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 40-നടുത്ത് ആളുകൾ ഇപ്പോൾ 10 പേരാണ് പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ഇവരിൽ എത്ര പേരുടെ നില ഗുരുതരമാണ്? എന്താണ് ഡോക്ടർമാർ ഇവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പറയുന്നത്?
ഇപ്പോൾ 10 പേരാണ് ചികിത്സയിലുള്ളത്. ആകെ 14 പേരുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 3 പേർ ഡിസ്ചാർജായി, ഒരാൾ മരിച്ചു. ഇനിയുള്ളത് 10 പേരാണ്. 10 പേരിൽ 6 പേരുടെ നില ഈ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. ഇനി ബാക്കിയുള്ള 4 പേരിൽ 3 പേർ ICUവിലാണ്. അവരുടെയും അതുകൂടാതെ ഒരാൾ വെന്റിലേറ്ററുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സതീഷാണ്, ഈ വെടിക്കെട്ടിൻ്റെ നടത്തിപ്പുകാരൻ സതീഷാണ്. ഈ 4 പേരുടെ നില ഗുരുതരമാണ്. ഇവർക്കെല്ലാം തന്നെയും 60%-ലധികം പൊള്ളലേറ്റ ആളുകളാണ്. അതുകൂടാതെ സതീഷിന് 90%-ലധികം പൊള്ളലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സയിലുള്ള 10 പേരിൽ 4 പേരുടെ നില അതീവ ഗുരുതരം തന്നെ തുടരുകയാണ്. ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജിൽസി. യെസ്, അപ്പോൾ സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. 10 പേർ ആശുപത്രിയിൽ തുടരുകയാണ്. അതിൽ 5 പേരുടെ നിലയൊക്കെ ഗുരുതരമായി തുടരുന്നു, 6 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. അപ്പോൾ തന്നെ DNA പരിശോധന സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. ഫലം കാത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ കാര്യങ്ങളിലൊക്കെ തിരിച്ചറിയാനുണ്ട്. ശരീരഭാഗങ്ങളടക്കം അവിടെ സൂക്ഷിച്ചിരിക്കുന്നു തുടങ്ങിയ വിവരങ്ങൾ. എന്തായാലും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ ഹൃദയഭേദകമായ വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്.